ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കാർഡ്ബോർഡിൻ്റെ റോൾ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ സെല്ലോ ടോപ്പൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ വേസ്റ്റായിട്ട് പോകുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതിനായിട്ട് ഇതാ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 റോളും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, കാർഡ്ബോർഡ് റോള്. പിന്നെ നമുക്ക് ഒരു പ്രിൻറ്റിൻ്റെ നല്ലത് എങ്ങനെയാണോ നമുക്ക് പ്രിൻ്റ് ആയിട്ടുള്ള പേപ്പർ ആണെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ കളർ പേപ്പർ ആണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റിക്കർ ടൈപ്പ് ആയിട്ടുള്ളൊരു പേപ്പറാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാരണ കളർ പേപ്പർ എടുത്താലും മതി കേട്ടോ. ഒന്നും കൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡിൻ്റെ പീസ് ഞാൻ സെൻറ്ററിലൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അളവിന് ആ പ്രിൻറ്റിൻ്റെ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു റോളിനും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 റോള് ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പിന്നെ എടുത്തിട്ടുള്ളത്. ഇനി ഈ പ്രിൻറ്റ് പേപ്പർ ഇതുപോലെ സ്റ്റിക്കർ ടൈപ്പാണ്, അതുകൊണ്ട് ഞാൻ ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുത്തേക്കാണ്. നിങ്ങൾക്ക് സാധാ നോർമൽ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ സ്റ്റിക്കർ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ആ കാർഡ്ബോർഡിൻ്റെ പീസ് സെൻറ്റർ മടക്കിയിട്ടുണ്ടല്ലോ, അതൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് ഇത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഗ്ലൂ ഗണ്ണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോളോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പീസാണെന്നുണ്ടെങ്കിൽ അത് തന്നെ മതി കേട്ടോ. ഞാനിത് കുറച്ച് കട്ടിയിൽ തന്നെ നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ 2 റോൾ ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ ഒന്ന് ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന എല്ലാ ഇതും നമുക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഫസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ആദ്യം പോലെ തന്നെ ഇപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹെയർ അക്സസറീസ് ചെയ്യുന്നതൊന്നും നമ്മൾ നിർത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്കൊരു 1 വീക്കൊക്കെ ആകുമ്പോഴത്തേന് തന്നെ വീഡിയോസൊക്കെ ഇടുന്നതാണ് കേട്ടോ. പുതിയ മോഡൽസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഇതൊക്കെ ഞാൻ കുറച്ച് മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ വർക്കുകളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഇതുകൊണ്ട് ഈ പഴയ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കുറച്ച് മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വർക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഹെയർ അക്സസറീസിൻ്റെ പുതിയ മോഡൽസായിട്ട് ഇനിയും വരുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ആ കാർഡ്ബോർഡ് പീസുമേലും ഒട്ടിച്ച് വെച്ചിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ 2 നമ്മൾ ഒട്ടിച്ചെടുത്തല്ലോ, അതുമേലും ആ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒന്നും കൂടെ ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ലൈസ് പോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് വെച്ചാൽ അത് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടെ ഡാർക്ക് കളറാണെങ്കിൽ ഒന്നുകൂടെ ഇതുണ്ടാവും, അട്രാക്ഷൻ ആയി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ മറ്റേ സൈഡിൽ മറ്റേ കാർഡ്ബോർഡ് പീസും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുമൂലം ഇതുപോലെ ആ ലേസ് ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെന്നോ പെൻസിലോ അങ്ങനെ ഇട്ടാക്കാനുള്ള ഇതായിട്ട് ഉപയോഗിക്കാം. അതില്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ കത്തി അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടേക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലത്തെ കാർഡ്ബോർഡ് റോളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പെന്നൊക്കെ ഇട്ട് വെക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അക്സസറീസൊക്കെ ഇട്ട് വെക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചെറിയ ബോർഡൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ അടിയിൽ ഞാൻ ഇപ്പോൾ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അടിഭാഗത്തും കൂടെ ഞാൻ അതിൻ്റെ സ്റ്റിക്കറിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ആ സ്റ്റിക്കർ പറിച്ചതിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ബാക്കി ഭാഗം അത് വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതും കൂടെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സ്റ്റോറേജ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.